ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. വീട്ടിൽ നിന്ന് ഏകദേശം ഇറങ്ങുമ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ആയുഷ് നല്ല കുട്ടിയായിട്ട് ബാക്കിലിരിക്കുന്നുണ്ട്. പൊന്നു ജനിച്ചതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് മുമ്പിലിരിക്കുന്നത്. കാരണം അവളെയും കൊണ്ട് ഫ്രണ്ടിലിരിക്കേണ്ടി വരും. അവളൊട്ടും സമ്മതിക്കാത്തൊരു കാര്യമാണ്. എനിക്കും അവരെ രണ്ടാളും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനും കണ്ടറിന് ബാക്കിലാണ് ഇരിക്കാറ്. ഇന്നെന്തോ ഉറക്കച്ചടവായ അവൾ ബാക്കിലിരുന്നത്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മോളിലേക്കായിരുന്നു പോകുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ കാറിൽ പോകാന്ന് വെച്ചാൽ. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. കാരണം എനിക്ക് ഈ കാറിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരുമാതിരി ഛർദ്ദിക്കാൻ പറ്റും, തല പെരുക്കൽ, തലക്കൊരുമാതിരി കനോ എന്തൊക്കെ ഒരുമാതിരി പൊറുതിക്കേടാണ് പിടിക്കൽ. അപ്പോൾ ഞാൻ അധികം എവിടെ പോവുകയാണെങ്കിലും ബൈക്ക് എടുക്കാമെന്നേ ഞാൻ പറയാറുള്ളൂ. ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കാറിൽ തന്നെ പോകുന്നതെന്ന് മാത്രം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് എൻ്റെ വിചാരം ബ്ലോക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത്. ആ സമയം ഈ കുറച്ച് 6 മണി ആ സമയത്തൊക്കെ ഭയങ്കര ബ്ലോക്കായിരിക്കും ഈ പാലായി ഭാഗത്തൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അധികം ലേറ്റ് ആയിട്ട് തന്നെ ഒരു 8 മണിയൊക്കെ അടുപ്പിച്ചായിട്ടാണ് ഈ ഭാഗത്ത് എത്തിയിരുന്നത്. പക്ഷെ എന്നാലും ചെറുമാതിരി ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഹൈലൈറ്റ് മോളിലാണെങ്കിൽ പറയേ വേണ്ട, കാർ വെക്കാനൊന്നും സ്പേസ് ഉണ്ടായിരുന്നില്ല. കുറച്ചധികം തിരക്കന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ റിയാസ്ക്ക് നമ്മളെ പണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കി കൊണ്ട് നിൽക്കുകയാണ്. ഞാനും റിയാസ്ഖാനെ കളിയാക്കും. നമ്മൾ ആ കളിയാക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ നല്ല ബെസ്റ്റ് ആൾക്കാർ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടി വെച്ചിട്ട് നമ്മൾ ആ വൈക്ക് അങ്ങോട്ട് പോകും. നമ്മളിവിടെ വണ്ടി വെച്ചതെന്ന് അതിൻ്റെ നമ്പറൊന്നും നമ്മളെ കയ്യിൽ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്താക്കും, തപ്പി ഇങ്ങനെ നടക്കും. നമ്മൾ തേരാപ്പറ നടക്കലാണ് നമ്മൾ മെയിൻ പ്രത്യേകത എന്നുള്ളത്. പിന്നീട് ഞാനത് ഓർത്ത് വെക്കാൻ വേണ്ടി തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഒന്ന് റെഡി ആയിക്കോട്ടൊക്കെ വന്നിട്ടോ. അതിന് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ബാപ്പയും മോളും ബാക്കിൽ വരുന്നുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ള ഒരു ആലോചന എന്തെടുക്കും, എന്തൊക്കെ വാങ്ങണം എന്നുള്ളൊരു മന്ദപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഷോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ മുകളിലേക്ക് പോകണോ എന്നുള്ള കൺഫ്യൂഷന് ആകെ തീർത്തിട്ട് പിന്നെ നമ്മൾ ഷോപ്പിങ്ങിലേക്ക് തന്നെ കടന്നിട്ടുണ്ടാകും. എന്താണ് ഷോപ്പിംഗ് ചെയ്തതെന്ന് വെച്ചാൽ മെയിൻ സംഭവം അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ കുറച്ച് വാഷിൻ്റെ കളക്ഷനൊക്കെ കണ്ടപ്പോൾ അതിലേക്കൊന്ന് കണ്ണോടിച്ചാണ്ട് നമ്മൾ തിരിച്ച് ബാക്കിയുള്ള ഷോപ്പിങ്ങിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ആയുഷ് ഇവിടെ എത്തിയതിൻ്റെ ശേഷം താഴത്ത് ഇറങ്ങിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അത് താഴത്തിറങ്ങാനും വേണ്ടി മുട്ടായിയൊക്കെ വാങ്ങിക്കൊടുത്തെങ്കിലും ഒട്ടും കാര്യം ഉണ്ടായിട്ടില്ല. അതിൻ്റെ പകരം നമ്മുടെ പൊന്നൂനെ ഇരുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് പൊന്നൂനെ ഇങ്ങനെ ഇരുത്തുന്നത്. ഹൈലൈറ്റ് മോളിൽ അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിൻ്റെ ഓഫറാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ പാമ്പേഴ്സ്. അപ്പോൾ മാസത്തിലൊരിക്കൽ നമ്മൾ എന്തായാലും നെസ്റ്റോയിൽ വന്നങ്ങാണ്ട് പാമ്പേഴ്സ് പർച്ചേസ് ചെയ്തിട്ടേ പോകാറുള്ളൂ. അത് നമ്മൾ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ചും കൂടി കൂടുതലാണ്. കാരണം അവരുടെ ഇടയ്ക്കിടയ്ക്ക് പാമ്പേഴ്സ് മാറ്റി കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് തന്നെ വിസിറ്റ് ചെയ്യാറുണ്ട്. അതിന് റിയാസ്ക്ക് റിക്വസ്റ്റ് ചെയ്യാണ് അവളോട് ഒന്ന് താഴ്ത്തി നിൽക്കുക ആയിഷോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒട്ടും കാര്യം ഉണ്ടായിട്ടില്ല. അവൾ പിന്നെയും ഒക്കെ തന്നെ കയറി നിന്ന്. അപ്പോൾ ഓൾ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞങ്ങാണ്ട് വാങ്ങിയത് പ്രോട്ടീൻ ബാറാണ്. പഠിച്ചവൻക്ക് അറിയാതെ കഴിക്കോ ഇല്ലേന്ന്. അപ്പോൾ അതിൽ ബൈ 1 get 1 ഫ്രീ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പ്രോട്ടീൻ ബാർ ഞങ്ങൾക്ക് എടുക്കാം എന്നുള്ള ധൈര്യത്തിൽ നമ്മളൊന്നെടുത്ത് അത് പൊന്നൂന് കളിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പൊന്നൂൻ്റെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ അവൾക്ക് എന്തായാലും തിന്നാൻ കിട്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ് അവൾ ആ ചിരി അവിടെ പാസ്സാക്കിയിരുന്നത്. അതിൻ്റെ ഇടയിൽ ഐസ്ക്രീമിന് ഓഫർ കണ്ടപ്പോൾ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി എന്നെ കൊണ്ടടക്കണോ ഞാൻ വണ്ടീനെ കൊണ്ടടക്കാണോ എന്നുള്ളതാണ്. കാരണം ഇത് ഞാൻ ഉന്തുമ്പോൾ ഇതിന് വേറെ എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ആകെ അൽക്കുലത്തായി എന്ന് പറയുക. ഞാൻ വണ്ടി മാറ്റണമെന്ന് വരെ ഞാൻ ചിന്തിച്ച്. പിന്നെ ആകെ 2-3 സാധനങ്ങളെ എടുക്കാനുള്ളൂ എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ ആ വണ്ടി പിന്നെ മാറ്റാൻ നിന്നിട്ടില്ല. ഈ ഹൈലൈറ്റ് മോളിൽ വന്നാലുള്ള മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കൗണ്ടർ കയറി നിരങ്ങണം. കാരണം നമ്മളിപ്പോൾ ഒരു 2-3 കൗണ്ടർ മാറി ഇറങ്ങിയിട്ടാണ് ഒരു കൗണ്ടറിൻ്റെ മുമ്പിൽ എത്തിയത്. ഒന്നെങ്കിലും അവിടെ ക്ലോസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നുകൊണ്ട് അങ്ങനെ നിൽക്കലായിരിക്കും. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പ്രോട്ടീൻ ബാർ ആ കളറിൽ തന്നെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടും സെപ്പറേറ്റ് കളറിലായിരുന്നു ആദ്യം എടുത്തിരുന്നത്. അപ്പോൾ അത് മാറ്റണം, അത് ഒരേ കളറിലുള്ള എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ മാറ്റാൻ റിയാസ്ക പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ കൊടുത്ത് നമ്മൾ അവിടെ മെയിൻ കൗണ്ടറിൽ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഹൈലൈറ്റ് മോളിൽ ഇപ്പോൾ പുതിയ ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ സ്പെഷ്യൽ ആക്ടിവിറ്റീസൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നും. അങ്ങനെ ഞങ്ങൾ സുഡിയോയിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സുഡിയോയിൽ പോകുന്നതിന് മുമ്പ് റിയാസ്ക്ക് പറഞ്ഞു എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം വിശപ്പിൻ്റെ വിളി എല്ലാവർക്കും എത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ആദ്യം ഫുഡ് അടി കഴിഞ്ഞിട്ടാവാം ബാക്കി പരിപാടികളെന്ന് വിചാരിച്ചിട്ട് നേരെ ഫുഡ് കൗണ്ടേഴ്സിലാണ് പോയത്.
അങ്ങനെ കുറച്ച് നേരം സീറ്റ് തപ്പി നടന്നു. അവിടെ എന്തോ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സീറ്റിംഗ് ഏരിയയിൽ സ്റ്റേജൊക്കെ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സീറ്റിന് ഇരിക്കാൻ പറ്റിയ സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം അവിടെ സീറ്റിന് വേണ്ടി അങ്ങനെ തപ്പി നടന്ന് അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടി റിയാസ്ക ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയി. ഇവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ പൊന്നുവിന് അത് വേണം, പക്ഷെ ആയിഷു കൊടുക്കാൻ റെഡിയല്ല. അങ്ങനെ ഒരു പ്രത്യേക ചില സമയത്തെ ആയിഷു അവൾക്ക് മനസ്സിന് തോന്നണത് കൊടുക്കണമെന്നുണ്ടാവുമ്പോൾ മാത്രമേ അവൾ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവൾ ഒട്ടും സമ്മതിക്കത്തില്ല. ചില സമയത്ത് ആയിഷുവിന് ഭയങ്കര സ്നേഹമാണ് പൊന്നുവിനോട്, ചില സമയത്ത് ഒട്ടും ഒന്നും കൊടുക്കാൻ തയ്യാറല്ല എന്ന് തന്നെ പറയാം. അതുപോലെ പൊന്നുവിന് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് എൻ്റെ കൈ അവൾ എൻ്റെ കൈ കിട്ടുന്നവരെ അവളെന്താക്കും, കരച്ചിലായിരിക്കും, പൊന്നുവിനെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ഇടയിൽ റിയാസ്ക ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് അവൾ കഴിക്കുന്നുണ്ട്. സ്റ്റാർട്ടറായിട്ട് നമ്മൾ മോമോസാണ് കഴിച്ചിട്ട്. എന്താ പോലെ ഈ സാധനത്തിനൊക്കെ ഒരു വില, ഒരു 5 മോമോസിൻ്റെ വില കേട്ട് ഞാൻ നെറ്റിപ്പോയി കഴിച്ച്. അങ്ങനെ അടുത്തത് അത് തിന്നിട്ട് വിശപ്പ് അങ്ങോട്ട് അടങ്ങിയിട്ടില്ല. അപ്പോൾ അടുത്തതും വാങ്ങാൻ വേണ്ടിയിട്ട് റിയാസ്ക പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധനങ്ങളൊക്കെ നെക്സ്റ്റ് ഒന്ന് എടുത്തത് നമ്മളവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ വാങ്ങി നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നല്ല ലേറ്റ് ആയിട്ടുണ്ടെന്ന് പറയാം, ഒരു 11:30 മണി എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പോൾ ആയിഷു ആണിപ്പോൾ ഉന്തികൊണ്ട് നടക്കുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ തപ്പി പിടിച്ച് നമ്മൾ എത്തി. നമ്മൾ വേഗം തന്നെ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഹൈലൈറ്റ് മോളിൽ കയറി കഴിഞ്ഞാൽ മെയിൻ എന്താ വെച്ചാൽ നമ്മൾ പുറത്ത് നടക്കുന്ന ഒരു കാര്യം നമ്മൾ അറിയത്തില്ല. എത്ര സമയമായെന്നോ എത്ര മഴ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. റിയാസ്കൻ്റെ ചോദിച്ചാൽ മഴ ഉണ്ട് പുറത്ത്. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അപാരപ്പേരും മഴ ആണ് നടക്കുന്നത് അറിയണം. എൻ്റെ സീറ്റ് ആയിഷ എന്തായാലും കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് സീറ്റിലും അവൾ ബാക്കിലും ആയിരുന്നല്ലോ ഇരുന്നത്. അപ്പോൾ അതിന് അവൾ പകരം വീട്ടിയത് തന്നെയാണ്. അവൾ ഫ്രണ്ട് സീറ്റിലിരുന്ന് ഇന്നെ ബാക്കിലും ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പൊന്നുവിൻ്റെ ഹൈ ലെവൽ അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ നല്ല കരച്ചിലായിരുന്നു. പൊന്നു അപ്പോൾ നല്ല അലമ്പായിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം.